ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലും മെഴുക്കുവരട്ടികൾ ഉണ്ടാക്കുമല്ലോ വീടുകളിൽ. അപ്പോൾ അതിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ഹെൽത്തി ആയിട്ടുള്ള മെഴുക്കുവരട്ടി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നേന്ത്രക്കായ മെഴുക്കുവരട്ടി. നേന്ത്രക്കായ എന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കായ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെഴുക്കുവരട്ടിയാണേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന നേന്ത്രക്കായ അരിഞ്ഞിട്ട് ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ കാരണം കറുത്തു പോവും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 കാന്താരി മുളകും കൂടെ, വെള്ള കാന്താരി, അതും കൂടെ അരിഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ചീനച്ചട്ടി ചൂടാവുമ്പോഴത്തേന് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് മതി, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അത് എണ്ണ ചൂടായി വരുമ്പോഴത്തേനേ കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ. ചൂടാവുന്നതിന് മുന്നേ കടുക് ഇടരുതേ. എന്നിട്ട് അതിനകത്തേക്ക് വറ്റൽമുളക്, 2 വറ്റൽമുളക് എടുത്തിട്ട് അതും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറിവേപ്പില ഞാൻ മേടിച്ച് ഉപയോഗിക്കാറില്ല. വീട്ടിലെ കറിവേപ്പില ഒരു കറുത്ത എന്തോ ഒരു പ്രാണി വന്നിട്ട് എല്ലാ ഇലയും കറുത്ത് പോയിട്ടുണ്ട്. അതിനി മുറിച്ചിട്ട് പുതിയ തളിരിൽ വരുമ്പോഴേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടുള്ളത്. ഓക്കെ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് വാടി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ടതും കൂടെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ വെള്ളത്തിൽ നിന്ന് കിടക്കുന്ന കായ ഊറ്റി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രക്കായ കുറച്ച് വിളഞ്ഞ മൂത്ത നേന്ത്രക്കായ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇത് പകുതി വിളവായതേ ഉള്ളൂ അത്. അപ്പോൾ കുറച്ച് നല്ല മൂത്ത കായാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. പൊടിയുപ്പിടുന്നവർക്ക് പൊടിയുപ്പിടാം, അല്ലാത്തവർക്ക് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം തട്ടിപ്പൊത്തി വെച്ച് അതിനെ അടച്ച് വെക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച്, കൂടുതൽ വെള്ളം വേണ്ട. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയ തീയിൽ മതിയേ, സിമ്മിലിട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലേശം വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ആ വെള്ളം പിന്നെ പെട്ടെന്ന് വറ്റിപ്പോയിട്ട് പിന്നെ അടിക്ക് പിടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേവാതെ വരികയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു 5 മിനിറ്റ് വേണ്ട, അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എടുത്ത് പിന്നെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ച് വെക്കാം. നമുക്ക് അവിടെ വെച്ച് തന്നെ മുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു ലേശം കൂടെ വേവാനുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ അതേപോലെ തന്നെ അടച്ച് വെക്കാം.
അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കാം. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അടിക്ക് പിടിക്കാതെ നോക്കണം. അടിക്ക് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റേ പോവും. അപ്പോൾ പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈ ഡ്രൈ ആയിട്ട് വേണ്ടുള്ളവർക്ക് ഇത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി വെന്തതിന് ശേഷം അടച്ചു വെക്കാതെ തന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി തോർത്തി എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ മതി. കുറച്ച് കുഴമ്പ് പരുവത്തിൽ മതി. അത്ര അങ്ങോട്ട് വെള്ളം കണക്കല്ല, എന്നാൽ സോഫ്റ്റായിട്ടിരിക്കുകയും വേണം, അതേപോലെ വേണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം മതി കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.